സന്നാ മത്സരം മാത്രം വെച്ചിട്ട് ഇന്ത്യയെ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി ബ്രില്യൻ്റ് ആയുള്ള എത്ര ബാറ്റ്സ്മാൻമാർ ഈ ടീമിലുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. സർഫറാസ് ഖാൻ എന്ന് പറയുന്ന ഒരു യുവതാരത്തെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ടീമിലേക്ക് അവസാന നിമിഷം. അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ മധ്യനിരയിൽ? ദേവദത്തിൻ്റെ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ വലിയ രീതിയിൽ സന്നാഹത്തിൽ പോലും നാണം കെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സന്നാഹ മത്സരത്തിൽ നിന്നും ഇന്ത്യയുടെ ബലഹീനത എന്താണ്, ഇന്ത്യയുടെ പോസിറ്റീവ് എന്താണ്, ശക്തി എന്താണ്, ദൗർബല്യം എന്താണ് ഈ ടീം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ശ്രീലങ്കയുടെ ഓപ്പണിംഗ് പെയറിന് ഇന്ത്യ പൊളിക്കുന്നത് ഒരു റണ്ണൌട്ടിലാണ്. ഡയറക്റ്റ് വിക്കറ്റ് ഇന്ത്യക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ശ്രീലങ്കയിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു സോണിയ വന്നാട്ടെ എന്ന ലൈനിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ തോൽവി തന്നെയായിരിക്കും ഫലം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം, ഡാക്ടേഴ്സിലേക്ക് സ്വാഗതം. ഇന്ത്യ വീണ്ടും ഒരു ടെസ്റ്റ് പരമ്പരയിലേക്ക് നീങ്ങുകയാണ്. ശ്രീലങ്കയിൽ അടുത്ത ദിവസം മത്സരം തുടങ്ങാനിരിക്കുമ്പോൾ ആശങ്കയാണോ പ്രതീക്ഷകളാണോ ഏറ്റവും കൂടുതൽ എന്ന കാര്യത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. എനിക്കൊപ്പം MSK ഉണ്ട്, ഒപ്പം ജയേഷ് പൂക്കോട്ടൂരുമുണ്ട്. ജയേഷ്, 2017 അതൊരു സമ്പൂർണ്ണ പരമ്പര നേട്ടമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച്. വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു ശ്രീലങ്ക സ്വന്തം മണ്ണിൽ. ഏതാണ്ട് സമാന അവസ്ഥയിലാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തം നാട്ടിൽ നേരിടുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 9 വർഷം പിന്നിട്ട് വീണ്ടും ഇന്ത്യ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്കായിട്ട് എത്തുകയാണ്. 6 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യ വീണ്ടും ഒരു ടെസ്റ്റ് കളിക്കാൻ പോകുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ പ്രതീക്ഷകളെക്കാളുപരി ആശങ്കകൾ ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സന്നാഹ മത്സരത്തിലൊരു ശക്തമായ വെല്ലുവിളി പ്രാദേശിക താരങ്ങൾ, ലങ്കൻ താരങ്ങളാണ് നേരിടുന്ന ടീം ഇന്ത്യക്ക് മുന്നിൽ വെച്ചു. ഇന്ത്യ ജയിച്ചു എങ്കിൽ പോലും. അപ്പം മുന്നോട്ടുള്ള പ്രതീക്ഷകൾ ഈ മത്സരത്തെ അടിസ്ഥാനമാക്കി പറയാൻ പറ്റുമോ, അതോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെസ്റ്റ് പരമ്പര നമുക്ക് കാണാൻ കഴിയുമോ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്നും? സന്നാ മത്സരം മാത്രം വെച്ചിട്ട് ഇന്ത്യയെ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും ശ്രീലങ്കയിൽ കളിച്ച് പരിചയമുള്ള താരങ്ങൾ ഇന്ത്യക്ക് ഇല്ല എന്നുള്ളതും ഒരു വലിയ ഘടകം തന്നെയാണ്. 3 താരങ്ങൾ മാത്രമാണ് ശ്രീലങ്കയിൽ ഇതിനു മുമ്പ് ഒരു ടെസ്റ്റ് മത്സരം കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളത്. വേറെ ഒരൊറ്റ താരത്തിന് പോലും ഇന്ത്യൻ 11ലും സ്ക്വാഡിലും ഇല്ല എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. നമുക്ക് ആ ത്രിദിന സന്നാ മത്സരത്തിലേക്ക് തന്നെ വരാം. നമുക്കറിയാം, ത്രിദിനമായതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓരോ ദിവസം ഓരോ ടീം ബാറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ദിവസം 45 ഓവർ വീതമാണ് ഓരോ ടീമിനുണ്ടാകുക. അതിൽ ഇന്ത്യ അവസാന ഓവറിലാണ്, അതും സിറാജിൻ്റെ ഒരു ക്യാമിയോ, അത് എപ്പോഴും നടക്കുന്ന സംഭവങ്ങളല്ല അത്തരത്തിലുള്ള പ്രകടനം എന്ന് പറയുന്നത്. ആ ഒരു ക്യാമിയോയുടെ പുറത്താണ് ഇന്ത്യ വിജയിക്കുന്നത്. ഇന്ത്യക്ക് ആശങ്കകളുള്ള ഒരുപാട് മേഖലകളുണ്ടായിരുന്നു. ഒന്ന് അതിൽ തന്നെ ഈ സ്പിന്നർമാർക്ക് വലിയ ആനുകൂല്യം കിട്ടുമെന്ന് കരുതിയ പിച്ചാണ് ഗലയിലെ പിച്ച്. ആദ്യം ഇന്ത്യക്ക് ടോസ് നഷ്ടമാവുന്ന ഇന്ത്യ ആദ്യം ബോൾ ചെയ്യുക വരികയാണ്. ഇന്ത്യക്ക് നല്ല സ്പിന്നർമാരുണ്ട്. കുൽദീപ് ഉണ്ട്, അവിടെ മനോജ് സുധാറുണ്ട്, പുതിയ താരം രവീന്ദ്ര ജഡേജയുണ്ട്, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ. പക്ഷേ ശ്രീലങ്കയുടെ വിക്കറ്റുകൾ എടുക്കാൻ കഴിയുന്നില്ല തുടക്കത്തിൽ. ലങ്ക ആഭ്യന്തര താരങ്ങളായിക്കോട്ടെ, അതിന് അവർ ആദ്യത്തെ 20 ഓവറിൽ 115 റൺസ് ലങ്കയുടെ അക്കൗണ്ടിലുണ്ട്, ഒരു വിക്കറ്റ് പോയിട്ടില്ല. ആവറേജ് റൺ റേറ്റ് 6 എന്നുള്ള നിലയിൽ ശ്രീലങ്ക സ്കോർ ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയുടെ ഓപ്പണിംഗ് പെയറിന് ഇന്ത്യ പൊളിക്കുന്നത് ഒരു റണ്ണൌട്ടിലാണ്. ഡയറക്റ്റ് വിക്കറ്റ് ഇന്ത്യക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും തുടക്കത്തിൽ എറിയുന്നുണ്ട്, അവർക്ക് വിക്കറ്റ് കിട്ടുന്നില്ല. പിന്നീട് ഇന്ത്യ സ്പിന്നർമാരെ ഇറക്കുന്നു, 3 സ്പിന്നർമാർക്കും വിക്കറ്റ് കിട്ടുന്നില്ല. റണ്ണൌട്ടിലൂടെ ഇന്ത്യ പൊളിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അവർ 400-ന് മുകളിലൊരു ടീം ടോട്ടലിലേക്ക് പോകുമെന്ന് തോന്നിച്ചിരുന്നു. കുൽദീപ് യാദവ് സെക്കൻഡ് സ്പെല്ല് 2 വിക്കറ്റ് എടുത്തതോടുകൂടിയാണ് അവരൊരു 380 എന്നുള്ള സ്കോറിലെത്തുന്നത്. യെസ്. പിന്നീട് ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തുടക്കത്തിൽ തന്നെ യശസ്വി ജയ്സ്വാൾ പുറത്താകുന്നു. ദേവദത്ത് പടിക്കലിൻ്റെ ഒരു ഗംഭീര സെഞ്ചുറി പ്രകടനമില്ലായിരുന്നു, ഒരു 140+ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. അപ്പോഴും ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ പോലും ശ്രീലങ്കയുടെ സ്കോറിന് അടുത്തെത്താൻ ഇന്ത്യക്ക് കഴിയുന്നില്ല. ഒരു 20-25 റൺസ് ഇന്ത്യ കുറവാണ് സ്കോർ ചെയ്തതെന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം, ഒരു ദിനം മുഴുവൻ ബാറ്റ് ചെയ്തിട്ടും. അതിൽ ദേവദത്ത് പടിക്കൽ മാത്രമായിരുന്നു നമുക്കൊരു ആശ്വസിക്കാനുള്ളൊരു ഘടകം, ഒപ്പം രവീന്ദ്ര ജഡേജയും. പടിക്കൽ പക്ഷേ കുറേ കൂടി പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്, ശ്രീലങ്കൻ കണ്ടീഷൻ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറങ്ങുന്നത്. നമുക്കറിയാം, അദ്ദേഹം ഈ ടീം പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹം 11-ലുണ്ടാകുമോ എന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. നമ്മൾ സായി സുദർശനാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ഇതിൽ സന്നാ മത്സരത്തിൽ കളിക്കാൻ അവസരം കിട്ടുന്നത്. അദ്ദേഹം ടീമിൽ എടുത്തപ്പോൾ തന്നെ ലങ്കയിലാണ്, നമുക്കറിയാം, ഗോളിലും കൊളംബോയിലാണ് മത്സരം. സ്പിന്നിനെ അകമഴിഞ്ഞ് തുണയ്ക്കുന്ന പിച്ചാണുള്ളത്. അപ്പോൾ ലങ്കയിൽ നല്ല സ്പിന്നർമാർ ലങ്കയിലുണ്ട് താനും. അപ്പോൾ ബാംഗ്ലൂരുവിൽ അദ്ദേഹം പിച്ച് സെറ്റ് ചെയ്തുകൊണ്ട്, അതായത് ആ ഗോളിലെയും കൊളംബോയിലെയും പിച്ചിന് സമാനമായ 2 പിച്ചുകൾ അദ്ദേഹം സെറ്റ് ചെയ്യുന്നുണ്ട്. കുക്കുബറ പന്തിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയ പരിശീലകനെ കൊണ്ടുവന്ന് ഒപ്പം ഓഫ് സ്പിന്നർമാരും ഒക്കെ പ്രാദേശികമായി കളിക്കുന്ന സ്പിന്നേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഒരുപാട് സമയം അദ്ദേഹം നെറ്റ്സിലും അല്ലാതെയും പിച്ചിലും അദ്ദേഹം ഒരുപാട്
ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോഴും അദ്ദേഹത്തിന് 11 ഉണ്ടാകുമെന്നൊരു ഉറപ്പില്ലാത്ത ഘട്ടത്തിൽ പോലും അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ആ ഹാർഡ് വർക്കിൻ്റെ ഗുണം സന്നാഹ മത്സരത്തിൽ നമ്മൾ കാണാൻ കഴിഞ്ഞു. ദേവദത്തിൻ്റെ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ വലിയ രീതിയിൽ സന്നാഹത്തിൽ പോലും നാണം കെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം രവീന്ദ്ര ജഡേജയുടെ പ്രകടനം എടുത്തു പറഞ്ഞാൽ അദ്ദേഹം ഒരു 60+ സ്കോർ നേടുന്നു. ഇപ്പോൾ മാനവ് സുന്ദർ ആയിക്കോട്ടെ, ഗുർനൂർ ആയിക്കോട്ടെ, ഒരു ആ കൂട്ടുകെട്ടുകൾ വളരെ ക്രൂഷ്യലായിരുന്നു. നല്ല കൂട്ടുകൾ ഇന്ത്യക്ക് വന്നു എന്നുള്ളത് യാതൊരു തന്നെയാണ്. പക്ഷേ അപ്പോഴും ലങ്കയുടെ ആഭ്യന്തര താരങ്ങളെ നേരിടാൻ കഴിയാതെ ആയിക്കോട്ടെ, ശുഭ്മാൻ ഗിൽ ആദ്യ 11 ഫസ്റ്റ് ഇന്നിങ്സിൽ കളിച്ചിരുന്നില്ല ഇഞ്ചുറിയെ തുടർന്ന്. പിന്നീട് അദ്ദേഹം സെക്കൻഡ് ഇന്നിങ്സിൽ വന്നൊരു 40+ ഒരു ക്വിക്ക് 40 എടുത്തു എന്നുള്ളത്. പക്ഷേ ഋഷഭ് പന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക്, കെ എൽ രാഹുൽ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. അത് ടെസ്റ്റിലും അത് സംഭവിക്കുമെന്നുള്ളത്, പ്രത്യേകിച്ച് ഗാലയിൽ നടക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യദിന ടെസ്റ്റിലും അത് നടക്കുമോ എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നൊരു ഘടകം തന്നെയാണ്. MSK, ഞാൻ ഈ ശ്രീലങ്കയുടെ സ്കോഡ് പരിശോധിക്കുകയായിരുന്നു. ധനഞ്ജയ ഡിസിൽവയാണ് ക്യാപ്റ്റൻ നയിക്കുന്നത്. പിന്നീടുള്ള പേരുകൾ നോക്കുമ്പോൾ നിഷാൻ മധുഷ്ക, അദ്ദേഹം ഈ സന്നാഹ മത്സരം കളിച്ച താരമാണ്. മാത്രവുമല്ല 2 ഇന്നിങ്സിലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്, 52 റൺസ് വീതം. പിന്നെ വരുന്നത് ഒരു സൂര്യ ബന്ധാര, 35 റൺസ് അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ എടുക്കുന്നുണ്ടായിരുന്നു. സോനാൽ ദിനുഷ, അദ്ദേഹം ഒരു 52 എടുക്കുന്നുണ്ട്. പിന്നെ രമേഷ് മെൻഡിസ് എന്ന് പറയുന്ന താരം, അദ്ദേഹം 32 വിക്കറ്റ് ബാറ്റിങ്ങിൽ തിളങ്ങുന്നു, അദ്ദേഹം വിക്കറ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ കേശര നുവാന്ത എന്ന് പറയുന്ന താരം, അദ്ദേഹം ആദ്യ ഇന്നിങ്സ് 1 വിക്കറ്റ്, പിന്നെ രണ്ടാം ഇന്നിങ്സ് 2 വിക്കറ്റുകൾ, ഇന്ത്യയുടെ വിക്കറ്റുകൾ വീഴ്ത്തുന്നുണ്ട്. ലാഹിരു കുമാരയ്ക്ക് അദ്ദേഹത്തിന് വിക്കറ്റ് നേടാൻ കഴിഞ്ഞില്ല, പക്ഷേ അദ്ദേഹവും ഈ ടീമിലുണ്ട്. വിശ്വ ഫെർണാണ്ടോ 2 ഇന്നിങ്സിലും വിക്കറ്റ് നേടുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നേരിടാൻ പോകുന്ന ശ്രീലങ്ക സ്ക്വാഡ് എന്ന് പറയുന്നത് തന്നെ സന്നാഹ മത്സരം കളിച്ച സ്കോഡിൻ്റെ ഏതാണ്ട് പകുതിയോളമാണ്. അതായത് സന്നാഹ മത്സരത്തിൽ നിന്നും ഇന്ത്യയുടെ ബലഹീനത എന്താണ്, ഇന്ത്യയുടെ പോസിറ്റീവ് എന്താണ്, ശക്തി എന്താണ്, ദൗർബല്യം എന്താണ് ഈ ടീം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി തന്ത്രങ്ങൾ മെനയുക എന്നുള്ള കാര്യം വളരെ ഈസിയാണ് ശ്രീലങ്കയെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇന്ത്യൻ താരങ്ങൾക്കെതിരെ കളിച്ച് ഈ യുവതാരങ്ങൾക്ക് അസാമാന്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും ഈ ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടാകാം. ഒപ്പം ദിനേശ് ചണ്ഡിമാലിനെ പോലെയുള്ള താരങ്ങൾ കൂടി ചേരുന്നു. പിന്നെ വെക്കലെ പോലുള്ള 3 വർഷത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള, അത് സ്വന്തം നാടുകൂടി ആയതുകൊണ്ട് ഒരു സ്കോഡ് തന്നെയാണ് ശ്രീലങ്കയെ സംബന്ധിച്ച് ഉള്ളത്. അപ്പോൾ വെല്ലുവിളിയാണ് കൂടുതൽ എന്ന് കരുതാൻ കഴിയും. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്ക ജയിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് തകർന്നിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായി. ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ തകർത്ത് പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ തകർത്ത് പോയിട്ട് കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നാണം കെട്ട ഇന്ത്യയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് എന്നുള്ളത് വലിയ തകർച്ചയുടെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അവർ ശ്രീലങ്കയിൽ പോയാലും ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗംഭീർ ടെസ്റ്റ് ഈ കോച്ചായി അധികാരമേറ്റ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ വലിയ രസകരമായൊരു പ്രസ്താവന ഉണ്ടായിരുന്നു 2024. ഒരു ദിവസം കൊണ്ട് തന്നെ 400 റൺസിൽ കൂടുതൽ ഞങ്ങൾ സ്കോർ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന. അതായത് ഒരു ദിവസം തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ 400-ന് മുകളിൽ സ്കോർ ചെയ്യും എന്ന് പറഞ്ഞ ഇന്ത്യ, അതേ ദിവസം അന്നത്തെ മത്സരം അവസാനിച്ചത് 100-നുള്ളിൽ ഇന്ത്യ ഓൾ ഔട്ടായിട്ടാണ്. ഇന്ത്യയുടെ മുഴുവൻ പേരും ആ ദിവസം ഫസ്റ്റ് ഡേ തന്നെ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നതിൻ്റെ പിറ്റേ ദിവസം ഓൾ ഔട്ട് ആയതാണ് നമ്മൾ ടെസ്റ്റിൽ കണ്ടത്, ന്യൂസിലാൻഡിനെതിരെയുള്ള ടെസ്റ്റിൽ കണ്ടത്. ആകെ 400 പറഞ്ഞത്? ഒരു ദിവസം ഫസ്റ്റ് ദിവസം അപ്പോൾ രണ്ടാമത്തെ ഇന്നിങ്സ് ആകുമ്പോഴത്തേക്ക് 800 എത്തും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് എന്നുള്ളത് അട്ടപ്പടലം തകർന്ന് വളരെ ദുർബലമായൊരു രീതിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി ബ്രില്യൻ്റ് ആയുള്ള എത്ര ബാറ്റ്സ്മാൻമാർ ഈ ടീമിലുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു ശുഭ്മാൻ ഗിൽ ഉണ്ടായേക്കാം, ഒരു കെ എൽ രാഹുൽ ഉണ്ടായേക്കാം. അതിനപ്പുറം യശസ്വി ജയ്സ്വാൾ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ ഒരു ബാറ്റ്സ്മാൻ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഋഷഭ് പന്തും അങ്ങനെയുള്ള ടെക്നിക്കലി ബ്രില്യൻ്റ് ഒന്നുമല്ല. കൃത്യമായിട്ടും യഥാർത്ഥ ടെസ്റ്റ് കളിക്കാൻ കഴിയുന്ന 2 പേർ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഉള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇതിന് മുമ്പത്തെ നമ്മുടെ ഇന്ത്യൻ ബാറ്റിംഗ് നിര എടുത്തു നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി എറയിൽ അവിടെ ഒരു അജിങ്ക്യ രഹാനെ ഉണ്ടായിരുന്നു, ഒരു ചേതേശ്വർ പുജാര ഉണ്ടായിരുന്നു, വിരാട് കോഹ്ലി ഉണ്ട്, ഒരു പരിധിവരെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രോഹിത് ശർമ്മയുണ്ട്. അപ്പം ആ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു 3-4 ബാറ്റ്സ്മാൻമാരെങ്കിലും ആ ടീമിലുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ എറ എന്നുള്ളത് നമുക്കറിയാം. സൗരവ് ഗാംഗുലിയൊക്കെ ഉള്ള ഒരു സമയത്ത് സച്ചിൻ, രമേശ് ടെണ്ടുൽക്കർ അവിടെ ഉണ്ട്, രാഹുൽ ദ്രാവിഡ് ഉണ്ട്, വെരി വെങ്കട് സായി ലക്ഷ്മൺ ഉണ്ട്, VVS ലക്ഷ്മൺ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേർ, ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ IPL ഫോം മാത്രം നിലനിർത്തിക്കൊണ്ട് ഈ ടീമിനെയും പിന്നെ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്ന സെലക്ഷൻ കമ്മിറ്റി കൃത്യമായിട്ടും അവിടെ വലിയൊരു പാതകം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വർഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ത്യൻ ടെസ്റ്റ് എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ
പിന്നെ താഴേക്ക് പതിച്ച ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ടെസ്റ്റ് പരമ്പരയിലേക്ക് എത്തുന്നത്. അപ്പോൾ ശ്രീലങ്കയിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു സോണിയ വന്നാട്ടെ എന്ന ലൈനിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ തോൽവി തന്നെയായിരിക്കും ഫലം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയിലെ ഒരുപാട് താരങ്ങൾ, ഇപ്പം ദിൽഷൻ മധുശങ്കയെക്കുറിച്ച് അദ്ദേഹം ഈ ടീമിലുണ്ട്. അദ്ദേഹം ഇക്കഴിഞ്ഞ ലങ്കൻ പ്രീമിയർ ലീഗിൽ ലാസ്റ്റ് ഓവർ T20 മത്സരമാണ്, ലാസ്റ്റ് ഓവർ മെയ്ഡൻ എറിഞ്ഞൊരു ബോളറാണ്. അതായത് മെയ്ഡൻ എറിഞ്ഞു പറഞ്ഞാൽ 5 പന്തുകൾ ബാറ്റ്സ്മാന് പിന്നെ എന്താ പറയുക ബീറ്റ് ചെയ്ത് പോവാണ്. 6ാമത്തെ പന്തിൽ വിക്കറ്റ് എടുക്കുകയാണ്. വിക്കറ്റ് മെയ്ഡൻ എറിഞ്ഞൊരു ബോളറാണ്. ഈ എറിഞ്ഞിരിക്കുന്നത് നമ്മുടെ വിജയ് ശങ്കറിനെതിരെയാണ്, നമ്മുടെ റിയൽ 3D പ്ലെയർ. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ ടെസ്റ്റ് നടക്കുന്ന ഗലെ എന്നുള്ളത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും പ്രധാനം മുത്തയ്യ മുരളീധരൻ തന്നെ 800ാമത്തെ വിക്കറ്റ് നേടിയത് ഇതേ ഗലെ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. 2010 അന്ന് ഈ ടെസ്റ്റിൽ 8 വിക്കറ്റായിരുന്നു മുത്തയ്യ മുരളീധരന് വേണ്ടിയിരുന്നത്. അദ്ദേഹം 8 വിക്കറ്റ് ഇന്ത്യക്കെതിരെ നേടുകയും ചെയ്തു. പ്രഗ്യാൻ ഓജയായിരുന്നു അദ്ദേഹത്തിൻ്റെ 800ാമത്തെ വിക്കറ്റ്. അപ്പം അങ്ങനെ ഒരു ചരിത്രം. അന്ന് 10 വിക്കറ്റിനാണ് അന്ന് 10 വിക്കറ്റിനാണ് ഇന്ത്യയെ അവർ തോൽപ്പിച്ചത്. മറ്റൊരു ചരിത്രം എന്നുള്ളത് ക്രിസ് ഗെയിലിൻ്റെ 333 പിറന്നത്. ക്രിസ് ഗെയിലിൻ്റെ ജേഴ്സി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജേഴ്സിയുടെ പുറകിൽ 333 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അത് അദ്ദേഹം ഈ ടെസ്റ്റിൽ നമ്മൾ പലപ്പോഴും ക്രിസ് ഗെയിലിൻ്റെ T20 പിന്നെ പ്രഭാവത്തെക്കുറിച്ചാണ് പറയാറുള്ളത്, ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ചാണ് പറയാറുള്ളത്. പക്ഷേ അദ്ദേഹം പ്രോപ്പറായിട്ട് ടെസ്റ്റും ഒരു ഘട്ടത്തിൽ കളിച്ചിരുന്നു. അതായത് വിസ്ഫോടനാത്മകമായ ശൈലിയിൽ ടെസ്റ്റ് കളിച്ചിരുന്നു. 2 ട്രിപ്പിൾ സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ടെന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. മറ്റൊന്ന് ഈ ശ്രീലങ്ക ഇതേ ടെസ്റ്റിൽ ഇതേ വേദിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ 333 പറഞ്ഞത്. അങ്ങനെ ഒരു ചരിത്രം അവിടെയുണ്ട്. പിന്നെയുള്ളത് വീരേന്ദ്ര സെവാഗ്. നമ്മുടെ വീരേന്ദ്ര സെവാഗ് ഇതേപോലെ ഒരു ഡബിൾ സെഞ്ചുറി ഇതേ ഗ്രൗണ്ടിൽ നേടിയിട്ടുണ്ട്. പക്ഷേ ആ ഇന്നിങ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആ ഇന്നിങ്സ് പോലുള്ളൊരു ഇന്നിങ്സ് യശസ്വി ജയ്സ്വാൾ എന്ന ഓപ്പണർക്ക് ഈ മത്സരത്തിൽ നേടാൻ കഴിയുകയാണെങ്കിൽ ഇന്ത്യക്ക് വിജയ സാധ്യതയുണ്ട്. ആ ഇന്നിങ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഒരിക്കലും പ്രതിരോധിച്ച് നിൽക്കാൻ ശ്രമിച്ചിട്ടില്ല. 234 പന്തുകളിലാണ് അദ്ദേഹത്തിൻ്റെ 201 പിറന്നത്. അപ്പം ഈ ഒരു സ്റ്റേഡിയത്തിൽ അത്ര രീതിയിൽ അഗ്രസീവായി കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഉണ്ടെങ്കിൽ അതൊരു വലിയ ഡിഫറൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് യശസ്വി ജയ്സ്വാളിൻ്റെ ഫോമും മറ്റുമൊക്കെ ഈ ടെസ്റ്റിൽ വലിയ നിർണായകമാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും ശ്രീലങ്കയും ഇന്ത്യയും തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇത്രയും ദുർഗതിയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ടെസ്റ്റ് മത്സരം എന്ന് പറയുമ്പോൾ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാട്ടർലൂ ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ ടെസ്റ്റ് കൂടി തോക്കുകയാണെങ്കിൽ, ഈ പരമ്പര കൂടി തോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ടീമിൽ നിന്നും ക്വിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജയേഷൻ, ഞാൻ നമ്മുടെ ലിസ്റ്റ് നോക്കുമ്പോഴേ യശസ്വി ജയ്സ്വാളും രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു. ദേവദത്ത് പടിക്കൽ, ജഡേജ പ്രൊമോട്ട് ചെയ്യപ്പെട്ടും മേളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഋഷഭ് പന്ത് ധ്രുവ് ജുറയിലുണ്ട്, അദ്ദേഹം പരാജയപ്പെടുകയാണ് ധ്രുവ് ജുറയിൽ. മാനവ് സുതർ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, സരൺഷ് ജെയിൻ, ഗുർനൂർ ബറാർ. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത് ടെസ്റ്റിലേക്ക് വരുമ്പോൾ ആ ഒരു ലൈനപ്പ് അങ്ങനെ ആയിരിക്കണം എന്നുള്ള. കാരണം ഇതിൽ നമ്മുടെ ക്യാപ്റ്റൻ വന്നിട്ടില്ല, അദ്ദേഹം ആദ്യ ഇന്നിങ്സ് കളിച്ചിരുന്നില്ല പരിക്ക് കാരണം. 2ാം ഇന്നിങ്സിലേക്ക് ഗിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിങ്ങിൽ യശസ്വി ജയ്സ്വാൾ, ഗിൽ സഖ്യം തന്നെ ഓപ്പൺ വരും. 3ാമത് ദേവദത്ത് പടിക്കലിൻ്റെ സാധ്യത എത്രത്തോളമാണ് സുദർശൻ ഇല്ലാത്ത സാഹചര്യത്തിൽ? ദേവദത്ത് പടിക്കലാണ്. മാത്രമല്ല അദ്ദേഹം 3ാം നമ്പറിൽ ഗംഭീരമായിട്ട് സന്നാ മത്സരത്തിൽ കളിച്ചു. ഇതിനു മുമ്പൊരു കഴിഞ്ഞ മാസമാണ് ഇന്ത്യ A ടീം ശ്രീലങ്കയിൽ പോയി കളിച്ചത്. അതിലും ഒരു 46+ സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു 96 ഉണ്ടായിരുന്നു. അപ്പോൾ ആ പിച്ചുമായിട്ട് മാത്രമല്ല കുറേ കൂടി ടെക്നിക്കലി നല്ലൊരു ബാറ്ററും കൂടിയാണ് പടിക്കൽ. അതിനുശേഷം ഒരുപക്ഷെ ലോകേഷ് രാഹുൽ, കെ എൽ രാഹുൽ വരാം. പിന്നീടുള്ള സ്ഥാനമാണ് നമുക്ക് ഒരു വിക്കറ്റ് കീപ്പറിന് മുമ്പായിട്ട് ഋഷഭ് പന്ത് മുമ്പായിട്ട് സർഫറാസ് ഖാനെ വരാനുള്ള അപ്പം സർഫറാസ് ഖാൻ എന്ന് പറയുന്ന ഒരു യുവതാരത്തെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ടീമിലേക്ക് അവസാന നിമിഷം. അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ മധ്യനിരയിൽ? ആദ്യത്തെ ടെസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ പടിക്കൽ തന്നെയായിരിക്കും ആ 3rd സ്ലോട്ടിൽ സ്യൂട്ടാവുക. മാത്രമല്ല ഡൊമസ്റ്റിക്കിലും ഗംഭീരമായ രീതിയിലാണ് ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പടിക്കൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ സ്ലോട്ട് മാത്രമല്ല സന്നാഹത്തിലും സെഞ്ചുറി അടിച്ചൊരു പ്ലെയറാണല്ലോ. അപ്പോൾ ഏക സെഞ്ചുറി കൂടിയാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും വേറെ ആരും അടിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അവിടെ 3ാം നമ്പറിൽ പടിക്കൽ തന്നെയായിരിക്കും. ഏതെങ്കിലും ഘട്ടത്തിൽ സർഫറാസിനെ പരീക്ഷിക്കുകയാണെങ്കിൽ കൊളംബോയിൽ നടക്കുന്ന 2ാമത്തെ ടെസ്റ്റിലെ ഏതെങ്കിലും സാഹചര്യത്തിൽ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആദ്യത്തെ 4 തന്നെയായിരിക്കും. 5 എൻ്റെ അഭിപ്രായത്തിൽ ഋഷഭ് പന്ത് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. ടീമിലിപ്പോൾ 2 കീപ്പർമാർ, പ്രോപ്പർ വിക്കറ്റ് കീപ്പർമാർ ധ്രുവ് ജുറയിലും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചോയ്സ് എന്തായാലും ഋഷഭ് പന്ത് തന്നെയായിരിക്കും. ഉറപ്പായിട്ടും പന്ത് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ തന്നെ, ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ തന്നെ ടെസ്റ്റിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ളതിന് വേറെ തർക്കമൊന്നുമില്ല. തർക്കമുണ്ടോ കാര്യത്തിൽ? ഒരു തർക്കമില്ല. കാരണം നമ്മുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ
ഇന്ത്യക്ക് ഒരുപാട് വിക്കറ്റ് കീപ്പർമാർ പല കാലഘട്ടങ്ങളിലായി വന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് തന്നെ അറിയാം 90s മാനി തൊട്ട് കേൾക്കുന്നതാണ്. കിർമാനി തൊട്ട് അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ നെരി കോൺട്രാക്ടർ ഫറൂഖ് എഞ്ചിനീയർ വിക്കറ്റ് കീപ്പറായിരുന്നു. ഫറൂഖ് എഞ്ചിനീയർ വിക്കറ്റ് കീപ്പറായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ഘട്ടമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് 90s ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് നയൻ മോംഗിയ വിക്കറ്റ് കീപ്പറായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. നയൻ മോംഗിയൊക്കെ ആകെ എടുത്ത് പറയാനുള്ള ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു സെഞ്ചുറി അടിച്ചതാണ് സച്ചിൻ ക്യാപ്റ്റനായ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു 90 കഴിഞ്ഞ് 2000-ലേക്ക് എത്തുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരു 5-6 കീപ്പർമാർ ആ ഘട്ടത്തിൽ വന്നു. അനൂപ് റോക്കൊക്കെ അറിയായിരിക്കും. ഒരുപാട് പേർ, സമീർ ദീഗെ, പിന്നെ സാബ കരീം, വിജയ് ദഹിയ, ആരുമില്ലാതെ ദ്രാവിഡ് വന്ന് കീപ്പർ അജയ് രത്ര, ഇടയ്ക്കൊരു MSK പ്രസാദ് വന്നു. അദ്ദേഹം സെലക്ടറായത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെ, MSK പ്രസാദ്, പിന്നെ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ MSK പ്രസാദ്, അജയ് രത്ര, വിജയ് ദഹിയ, സമീർ ദിഗെ, സാബ കരീം, അങ്ങനെ ഒരുപാട് പേര് വന്നു. അങ്ങനെയാണ് നിൽക്കുന്ന സമയത്താണ് മഹേന്ദ്ര സിംഗ് ധോണി വന്നത്. മഹേന്ദ്ര സിംഗ് ധോണി വന്നപ്പോൾ അദ്ദേഹം നിഷ്പ്രഭരാക്കിയത്, സൈഡ് ലൈൻ ചെയ്തത് പാർത്ഥിവ് പട്ടേലും ദിനേഷ് കാർത്തികാണ്. അവർ രണ്ടുപേരും സൈഡ് ലൈൻ ചെയ്ത സമയത്താണ് ധോണി ക്യാപ്റ്റനായി വരുന്നു. വലിയൊരു വിജയമായിട്ട് മാറുന്നു. ധോണിക്ക് ശേഷം അപ്പോൾ നമ്മളൊക്കെ കരുതുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ, ടെസ്റ്റിലെങ്കിലും വിക്കറ്റ് കീപ്പർ ബാറ്റർ ധോണിയാണെന്ന് കരുതിയൊരു ഘട്ടം ഉണ്ടായിരുന്നു. കാരണം ധോണി ആ രീതിയിലൊക്കെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു 257 അദ്ദേഹത്തിൻ്റെ ഡബിൾ സെഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ധോണിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് വലിയൊരു ഉത്തരമായി വന്നത് ഋഷഭ് പന്ത് തന്നെയാണ്. ഇതുവരെയുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഋഷഭ് പന്തിനോളം പോകുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇന്ത്യക്ക് ടെസ്റ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സാരം. അദ്ദേഹം ഫോം ഔട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഫോർമാറ്റുകളിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കില്ലായിരിക്കാം. പക്ഷേ ഇന്ത്യയിലെ ഈ വിക്കറ്റ് കീപ്പർ എന്ന് പറയുമ്പോൾ അതിന് വേറെ തരത്തിൽ ബാറ്റ് ചെയ്യാൻ അറിയുന്ന വിക്കറ്റ് കീപ്പർ, അല്ലെങ്കിൽ കീപ്പും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ഋഷഭ് പന്തിനോളം വേറെ ആരും ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്, നമ്മൾ ഋഷഭ് പന്ത് എന്ന് പറയുമ്പോൾ പന്ത് വെടിക്കെട്ട് ബാറ്റർ, T20 സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിലാണല്ലോ അദ്ദേഹം വരുന്നത്. മാത്രമല്ല സഞ്ജു സാംസണൊന്നും ആ ഒരു രീതിയിൽ വേണ്ട, പകരം ഋഷഭ് പന്ത് തന്നെയാണ് വേണ്ട എന്നുള്ള രീതിയിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു, ആരാണ് കീപ്പ് ചെയ്യണമെന്നുള്ള രീതിയിൽ. പക്ഷേ ഋഷഭ് ഇപ്പോൾ 2 ഫോർമാറ്റിലും, ലിമിറ്റഡിൽ 2ലും കളിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കളിക്കുന്നില്ല മാത്രമല്ല, അദ്ദേഹം പരിഗണിക്കുന്നേ ഇല്ല. ഏകദിനത്തിലായിക്കോട്ടെ T20-ലായിക്കോട്ടെ. IPL അദ്ദേഹം കളിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ടെസ്റ്റിൽ പക്ഷേ അദ്ദേഹം നടത്തുന്ന പ്രകടനങ്ങൾ ഓവർസീസ്, പ്രത്യേകിച്ച് ഓവർസീസ് കണ്ടീഷനിലാണല്ലോ, ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും, പ്രത്യേകിച്ച് ആ ഗാബിയിലൊക്കെ അദ്ദേഹം കാണിച്ച ഹീറോയിസം എന്ന് പറയുന്നത് അത് വേറെ ചരിത്രത്തിലില്ലാത്ത ടൈപ്പ് ഹീറോയിസൊക്കെയാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെവാഗിന്റെ കരിയറായിട്ട് താരതമ്യപ്പെടുത്താം. കാരണം സെവാഗ് ലിമിറ്റഡ് ഓവറിനേക്കാൾ ഏറ്റവും കൂടുതൽ തിളങ്ങിയത് ടെസ്റ്റിലാണ്. മുൾത്താനിലെ റൈസ് കണ്ട ഒരു സ്ഥലം കൂടിയാണ് ശ്രീലങ്ക. അവിടെയാണ് അദ്ദേഹം ഒരു ന്യൂസിലൻഡിനെതിരെയാണ് തോന്നുന്നത് അദ്ദേഹം ഒരു ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി അടിച്ചപ്പോഴാണ് അദ്ദേഹം പിന്നെ സ്ഥിരമായിട്ടൊരു ഓപ്പണിംഗ്, അല്ലെങ്കിൽ എന്താണ് ബ്ലാസ്റ്റ് ചെയ്യുന്നൊരു നമ്മുടെ കണ്ടത്തിൽ കാത്തിരിപ്പ് അവസാനിപ്പിച്ചത്. സെവാഗിന്റെ ഗൂഢമായി നടക്കുന്ന പലരെയും അടിച്ചോടിക്കാനും സെവാഗിന്റെയും പന്തിന്റെയും കരിയർ തമ്മിൽ ഭയങ്കര സാമ്യമുണ്ട്. കാരണം സെവാഗും ഇതേപോലെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ തകർക്കും എന്ന രീതിയിൽ തന്നെയാണ്. സെവാഗിന്റെ അത് കുറവെന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ 3 ഫോർമാറ്റിലെയും സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ടെസ്റ്റിലാണ് മറ്റ് ഫോർമാറ്റുകളിലേക്കാളൊക്കെ മികച്ച രീതിയിൽ ഫസ്റ്റ് 300, 2 ട്രിപ്പിൾ സെഞ്ചുറി എന്നൊക്കെ പറയുമ്പോൾ അത് ലാറക്കും ബ്രാഡ്മാനും സോബേഴ്സിനും മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. അപ്പം അത്രയും വലിയ ഗെയിലിനും മാത്രമാണ് സാധിച്ചത്. മുൾത്താനിലെ സുൽത്താൻ. അപ്പം അങ്ങനെ എടുത്തിരിക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റ്സ് ആണ് നമ്മൾ കരുതുന്നത് T20-യിലെയും അല്ലെങ്കിൽ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ ഒരു വെടിക്കെട്ട് താരമാകുമെന്ന് തന്നെയാണ് പന്തിനെ കുറിച്ച് ധരിച്ചതുപോലെ സെവാഗിനെ കുറിച്ചും ധരിച്ചത്. പക്ഷേ അത് ടോട്ടൽ ഓവറോൾ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കരിയറാണ് ഹൈ 5-ൽ നിൽക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് പന്തിൻ്റെ അവസ്ഥ. അതിലേക്ക് വരാം. അതിന് മുമ്പ് എൻ്റെ വേറൊരു ആശങ്ക, അതായത് ഇന്ത്യൻ ബാറ്റർമാർ ഏത് രീതിയിൽ ശ്രീലങ്കയുടെ സ്പിന്നർമാരെ നേരിടും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചർച്ചകൾ പോകുന്നത്. എൻ്റെ ആശങ്ക ഇന്ത്യയുടെ പേസർമാർ ഏത് രീതിയിൽ കളിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ജസ്പ്രീത് ബുംറ കളിക്കുന്നില്ല. ഇപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയും മുഹമ്മദ് സിറാജുമാണ് സന്നാത്തിൽ കളിച്ചത്. അവർ തന്നെയായിരിക്കും ഇപ്പോൾ ബ്രാർനോ അല്ലെങ്കിൽ പകരം വരുന്ന അക്കിബ് നബിയെ എന്തായാലും ഫസ്റ്റ് ടെസ്റ്റിൽ കളിപ്പിക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രത്തോളം മുഹമ്മദ് സിറാജിനും പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. 2 പേർക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് 3 പേസർമാരെ കൊണ്ടൊന്നും മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ടീമിൽ തന്നെ സ്പിന്നർമാരുടെ സാന്നിധ്യം നമുക്ക് കുൽദീപ് യാദവ്, 2 പേസറും 3 സ്പിന്നറും കളിപ്പിക്കാൻ, രവീന്ദ്ര ജഡേജയുണ്ട്, പിന്നെ നമ്മൾ 33-ാം വയസ്സിൽ അരങ്ങേറ്റത്തിന് കൊണ്ടുപോകുന്ന സാരാംശ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ആർക്കൊക്കെ ആയിരിക്കും എന്തായാലും 3 സ്പിന്നർമാരെങ്കിലും ഇന്ത്യ സ്പെഷ്യൽ സ്പിന്നർമാരെ കളിപ്പിക്കാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. കുൽദീപും ജഡേജയും എന്തായാലും ഉണ്ടാകും. പിന്നെ സാരാംശ് ജെയിൻ വരുമോ അതോ മനവ് സുധർ വരുമോ എന്നുള്ളതാണ്. ബാറ്റിങ്ങിനുള്ള സാധ്യത ബാറ്റ് കൂടി ചെയ്യുന്നതുകൊണ്ട് ഈ മത്സരത്തിൽ 40 റൺസ് എടുക്കുകയും നിർണായക ഇന്നിങ്സ് കളിക്കുകയും 41 റൺസ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ടോട്ടലി കടലാസിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഇന്ത്യൻ ടീം ശക്തമായി തന്നെയാണ്. മറുഭാഗത്തും ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിനെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള
താരങ്ങൾ തന്നെയാണ് ശ്രീലങ്കയുടേത് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിർണായകമാവുക ക്ലൈമറ്റ് ആയിരിക്കും ഒരു പക്ഷേ. ഗലയിലെ ആദ്യ മത്സരം മഴയെടുക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്, റിപ്പോർട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം കൂടി രസകരമായിട്ടുള്ളത്, കാണികൾക്ക് പ്രവേശനം സൗജന്യമാക്കി ഗാലയിൽ. ടെസ്റ്റ് ക്രിക്കറ്റ് കൂടുതലായിട്ട് വളർത്തുക എന്നുള്ള വിഷയം. നമ്മളിവിടെ T20 പ്രൊമോട്ട് ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ശ്രീലങ്ക അവിടെ ടെസ്റ്റ് ക്രിക്കറ്റ് കാണാനായിട്ട് ആൾക്കാരെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് പൈസ കൊടുത്ത ആള് വരില്ല എന്നുള്ളൊരു ആളില്ല, വസ്തുത കൂടിയുണ്ട്. സാധ്യതയില്ല എന്നുള്ള രീതിയിലായിരിക്കും. അതാണ് അതൊരു വിഷയമായിരിക്കാം. എന്നാലും ശ്രീലങ്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് ഓർമ്മകൾ കൂടി പറയാമല്ലോ. ശ്രീലങ്കയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഒരുപാട് വലിയ നേട്ടങ്ങൾ, വിജയങ്ങൾ 3 ഫോർമാറ്റിലും ഇന്ത്യ നേടിയിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ചരിത്രം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു എഡ്ജുള്ള ഭൂമിയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. പുരാണം നോക്കിയാലും ഇന്ത്യ അവിടെ വലിയ വിജയങ്ങൾ നേടി. ഇടയ്ക്ക് മറ്റേ ചാമിന്ദവാസും മുരളീധരനൊക്കെ ഉള്ള ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ മറ്റേ ജയസൂര്യയും മറ്റേ അതായത് 96 ലോകകപ്പ് അവർ നേടിയ ശേഷം 2000 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രം നമ്മളൊരു ചെറിയ വെല്ലുവിളി നേരിട്ടു എന്നതൊഴിച്ചാൽ. പക്ഷേ ശ്രീലങ്കയ്ക്ക് ശരിക്കും സംഭവിച്ചത് ഒരർത്ഥത്തിൽ ഇന്ത്യ പാഠമാക്കണം കേട്ടോ. എന്നെ സംബന്ധിച്ച് ആശങ്ക തോന്നിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. അതായത് നമ്മൾ സിംബാബ്വേയുടെ തകർച്ച നമ്മൾ കണ്ടു. എലൈറ്റ് ക്രിക്കറ്റിൽ നിന്ന് ഒരു ടീം ആകെ കൃത്യമായ മാനേജ്മെൻറ്റ് ഇല്ലാതെ നശിച്ചു പോകുന്നൊരു കാഴ്ച കണ്ടു. പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ യുവനിരയില്ലാതെ, യുവാക്കളില്ലാതെ നശിച്ചു പോകുന്നതാണ്. ശ്രീലങ്ക അത് നേരിട്ടത് കണ്ടു. വെസ്റ്റ് ഇൻഡീസ് തീർച്ചയായിട്ടും അത് പറയാൻ മറന്നുപോയി. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പോക്ക് കാണുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രതിഭകളില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അവരെ കണ്ടെത്താനോ അവർക്ക് കൃത്യമായിട്ടുള്ള അവസരം കൊടുക്കാനോ ശ്രമിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ ലോബിയും കാരണം ഇന്ത്യൻ ക്രിക്കറ്റും ആ വഴിയിലേക്ക് പോവുകയാണെന്ന് ഒരു ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും. ഇതിൽ സെലക്ടർമാരാണ് അത് ചിന്തിക്കേണ്ടത്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രോപ്പർ ടെസ്റ്റ് ബാറ്റർമാരെ ഇവർ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നത് ആ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം സച്ചിൻ, പിന്നെ ഫാബ് ഫോർ എന്ന രീതിയിൽ സച്ചിനും ലക്ഷ്മണും ദ്രാവിഡും സൗരവ് ഗാംഗുലിയൊക്കെ ഉള്ളൊരു രീതിയിൽ ആ സമയത്ത് വിലയിരുത്തപ്പെട്ടൊരു ഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം കൃത്യമായിട്ടും ചേതേശ്വർ പുജാര ഏതാണ്ട് ഇവരൊക്കെ ഉള്ള സമയത്താണ്, ദ്രാവിഡുള്ള സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന് അവസരം ലഭിക്കപ്പെട്ടതും അദ്ദേഹം പിന്നീട് ടീമിലൊരു സ്ഥിര സാന്നിധ്യമായി മാറിയത്, ദ്രാവിഡിന്റെ പിൻഗാമി എന്നുള്ള നിലക്ക്. പിന്നെയുള്ളത് അജിങ്ക്യ രഹാനെയും ഒരു പരിധിവരെ ആ സമയത്ത് വന്നു. പിന്നെ വിരാട് കോഹ്ലി ഓൾവേസ് ഒരു സച്ചിൻ്റെ പിൻഗാമി എന്ന രീതിയിൽ ആ ടീമിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ 3 വർഷത്തെ പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ, ഒരു 1-2 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പിന്നെ രഹാനെ ഔട്ടായി. രഹാനെ കഴിഞ്ഞ ആഴ്ചയാണ് വിരമിച്ചത്. ചേതേശ്വർ പുജാരെ വിരമിച്ചു, 2 പേര് പോയി. ഏറ്റവും നെടുന്തൂണുകളായിരുന്നു. വിരാട് കോഹ്ലി പോയി, രോഹിത് ശർമ്മ പോയി. രോഹിത് ശർമ്മ അങ്ങനെ ഒരു വലിയൊരു പ്രോപ്പർ ടെസ്റ്റ് ബാറ്ററായിട്ടൊന്നുമല്ല അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു ലിമിറ്റഡ് ഓവർ പ്ലെയർ ആയിരുന്നു. ഒരുപാട് 2019-20 കാലഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ടെസ്റ്റിൽ കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടിയതും ഒരു പിന്നെ ഓപ്പണർ എന്ന രീതിയിൽ അദ്ദേഹം വന്നത്. ഈ മറ്റു 3 പേരെ എടുത്ത് നോക്കുകയാണെങ്കിൽ രഹാനെ, പുജാര, വിരാട് കോഹ്ലി, ഈ 3 പേരും പോയി. ഓക്കെ, ഒരു പരിധിവരെ രോഹിത്തും അവിടുന്ന് പോവുകയാണ്. അപ്പം പ്രധാനപ്പെട്ട 4 പേര് പോകുന്ന സമയത്ത് ഇവിടെ റീപ്ലേസ് ചെയ്യപ്പെടാനുള്ളത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യ വിഷയം. ഇവിടെ ശുഭ്മാൻ ഗിൽ ഒരു പരിധിവരെ ഓക്കെയാണ്, ഒരു പരിധിയല്ല അതിൽ കൂടുതൽ ഓക്കെയാണ്. ശുഭ്മാൻ ഗിൽ ഒരു പ്രോപ്പർ ടെസ്റ്റ് ബാറ്ററാണ്. പിന്നെയുള്ളത് മധ്യനിര ഒന്ന് നോക്കുകയാണെങ്കിൽ ആരാണുള്ളത്? നമുക്ക് ഒരാളെയും നമുക്ക് ചിത്രത്തിലില്ല. സായി സുദർശൻ, അതായത് 1.5 വർഷത്തിനിടയ്ക്ക് 3-ാം നമ്പറിൽ 7 താരങ്ങളെയാണ് 1.5 വർഷത്തിനിടയിൽ 7 താരങ്ങളെയാണ് ഇന്ത്യ പരീക്ഷിച്ചത്. ഒരു പ്രോപ്പർ നമ്പർ 3 ബാറ്റ്സ്മാൻ ഇന്ന് ഇന്ത്യക്കൊന്നുമില്ല. നമ്പർ 4 ഉണ്ട്. അവസാനം കണ്ടെത്തിയൊരു പ്ലെയർ ആയിരുന്നു സായി സുദർശൻ. നമ്പർ 5 ആൻഡ് നമ്പർ 6 ആ 2 സർഫറാസിന്റെ സാധ്യത അവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിച്ചത്. തീർച്ചയായും സർഫറാസിന് ഒരു സാധ്യത ഉണ്ട്. സർഫറാസിനെയും ഉൾപ്പെടുത്താവുന്നതാണ് ഈ ടെസ്റ്റിൽ. കാരണം സർഫറാസ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പിന്നെ നീതി ഇല്ലാതെ അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ ഡ്രസ്സിംഗ് റൂമിലെ രഹസ്യങ്ങൾ ലീക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണലുണ്ട്. ഈ രഹസ്യം നീ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ പിന്നെ എന്താ പറയുക, ചില ഗ്യാങ്ങുകളിൽ നിന്നും അവരുടെ രഹസ്യങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഗ്യാങ് മെമ്പറെ കൊന്നുകളയുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ രീതിയിൽ സർഫറാസിന്റെ ഒരു കരിയർ കൊല്ലാൻ സൂക്ഷിക്കേണ്ടത് രഹസ്യമായി സൂക്ഷിക്കണം. അങ്ങനെ ഉണ്ടായോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അദ്ദേഹം 150 റൺസ് അടിച്ച ഒരു ഇന്നിങ്സ്, മഹത്തായ ഇന്നിങ്സിന് ശേഷമാണ് പുറത്താക്കപ്പെട്ടത് എന്നും കൂടിയാണ് നിരാശാജനകം. വേറൊന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനെ കുറിച്ചായിരുന്നു വലിയ രീതിയിലുള്ള ആശങ്കകൾ. എതിരാളികൾ പറഞ്ഞുകൊണ്ട്, പക്ഷേ 17 കിലോ കുറച്ചുകൊണ്ടാണ് അദ്ദേഹം ഫോമിലേക്ക് വന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് അദ്ദേഹത്തെ ഈ ന്യൂസിലാൻഡ് സീരീസിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകുന്നു. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എല്ലാവരും നിരാശപ്പെടുത്തുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് 5 മത്സരങ്ങളിൽ ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിച്ചിരുന്നില്ല. അങ്ങനെയാണ് പുറത്താക്കുന്നത്. ശരാശരിയായിരുന്നു അതെ, 2 വർഷം 2019, 2020 വർഷങ്ങളിൽ ഡോൺ ബ്രാഡ്മാൻ ഒപ്പം തന്നെ 100-ൽ കൂടുതൽ ശരാശരി, 120 ഒരു സീസണിൽ 122 114, അതെ, അത്രയും രീതിയിൽ അത്രയും വലിയ ആവറേജ് എന്ന് പറയുമ്പോൾ ബ്രാഡ്മാനേക്കാൾ മുകളിലാണത്.
അങ്ങനെ ഒരു ആവറേജ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നേടിയത് ഈ ബ്രാഡ്മാനും പിന്നെ നിലവിൽ സർഫ്രാസും അല്ലാതെ അദ്ദേഹത്തിന്റെ ക്രിസ് റോജേഴ്സും ഈ 3 പേർക്ക് മാത്രമാണ് ഒരു ഇന്നിംഗ് ഒരു സീസണിൽ 100-ലധികം ശരാശരിയിൽ ബാറ്റ് അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മത്സരങ്ങൾ നടക്കുന്ന നല്ല വാശിയുള്ള മത്സരങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വൈകി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സെലക്ഷൻ കൃത്യമായിട്ടും ഏറ്റവും നല്ല സെലക്ഷൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് ശരിക്കും മധ്യനിരയിൽ അദ്ദേഹത്തെ വളർത്തിയെടുക്കേണ്ട ഒരു സമയമാണ്. ശ്രീലങ്കയ്ക്കെതിരെ വളർത്തിയെടുത്തില്ലെങ്കിൽ പിന്നെ ഏത് ടീമിനെതിരെയാണ് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ചോദ്യം പ്രധാനമാണ്. ആ ഒരു കുറച്ച് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പുജാരയില്ല, രഹാനെയൊന്നും തുടക്കത്തിൽ ടെസ്റ്റിൽ അത്ര വലിയ ഫോമിലൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തെ അവിടെ പ്ലേസ് ചെയ്ത് വളർത്തിയെടുത്തപ്പോഴാണ് അദ്ദേഹം ഒരു മികച്ച ടെസ്റ്റ് മെറ്റീരിയലായി മാറിയത്. പുജാര തുടക്കത്തിലെ ഫോമിലായിരുന്നു. അപ്പം ഇവിടെ കൃത്യമായിട്ടും ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഇനിയുള്ള പരമ്പരകൾ തൊട്ട് ബ്രാഡ്മാൻ്റെ അത്രയും ആവറേജ് ഉണ്ടായിരുന്ന ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും പിന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 മത്സരങ്ങളുടെ പരമ്പരയാണ്. 2 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ നേടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. എന്തായാലും ഒരു ശക്തമായ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ 2017 ആവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രസക്തം. പ്രത്യേകിച്ച് WTC ഫൈനലൊക്കെ നമ്മൾ ദൂരെയാണ് സാധ്യതകൾ കുറവാണെങ്കിൽ പോലും ആ സാധ്യത നിലനിർത്താൻ ഇവിടെ ജയിച്ചേ മതിയാവും. അതെ അതെ, അതായത് ഫൈനലിലേക്ക് പോകുമ്പോൾ 9 മത്സരങ്ങളാണ് ഇന്ത്യക്ക് ബാക്കിയുള്ളത്. 2 ഇപ്പോൾ ഈ പരമ്പരയിൽ ശ്രീലങ്കയ്ക്കെതിരെ, 2 ന്യൂസിലൻഡിനെതിരെ എവേ, 5 ഓസ്ട്രേലിയക്കെതിരെ ഹോം മാച്ച്. അതിൽ 7 വിജയിച്ചാലേ ഇന്ത്യക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ എത്താൻ കഴിയും. ശ്രീലങ്കയ്ക്കെതിരായ 2 മത്സരം വിജയിച്ചാൽ തന്നെ ന്യൂസിലൻഡിൽ പോയി അവിടുത്തെ പിച്ചിൽ കണ്ടീഷനിൽ 2 മത്സരം വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ പേസർമാർ ആ വിധമല്ല ഇപ്പോൾ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും, ഒപ്പം നമ്മൾ ഈ ബാറ്റർമാരുടെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ പോയി ആ രീതിയിൽ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റർമാർക്ക് മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ കഴിയൂ എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. മറ്റൊന്ന്, പിന്നെ നമ്മൾ എപ്പോഴും വലിയ ആശ്വാസത്തോടെ പറയുന്നത് ഹോം കണ്ടീഷനിലെ വലിയ പരമ്പരകളാണ്. അതിൽ 5 മത്സരങ്ങളുണ്ട്, പക്ഷേ ഓസ്ട്രേലിയക്കെതിരെയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഹോമിൽ കളിച്ച ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പര, നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹോമിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട് ടെസ്റ്റ് സീരീസ് കടന്നുപോയ ഒരു സമയം കൂടിയാണ് വരുന്നത്. അപ്പോൾ അതും ഓസ്ട്രേലിയക്കെതിരെ ഏത് രീതിയിലായിരിക്കും ഇന്ത്യ കളിക്കുക എന്നുള്ളതും അതിന് മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും ടെസ്റ്റ് സീരീസ് ഫൈനലിൽ 9-ൽ 7 വിജയിച്ചുകൊണ്ട് ഇന്ത്യ ടെസ്റ്റ് സീരീസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലെത്തുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ദൂരത്തുള്ള ലക്ഷ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് അടുത്തുള്ള ലക്ഷ്യങ്ങൾ ആദ്യം ഫിനിഷ് ചെയ്യാം, ജയിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ. മാത്രമല്ല അത് ഗംഭീറിനും വളരെ ക്രൂഷ്യൽ തന്നെയാണ്. ഈ സീരീസിന് മുമ്പ് ഗംഭീർ പറഞ്ഞത് തന്നെയാണ് എങ്ങനെയെങ്കിലൊക്കെ വിജയിക്കണം എന്നുള്ളൊരു ടോണായിരുന്നു അതിനുണ്ടായിരുന്നത്. അതെ ടീം അംഗങ്ങളോട് അദ്ദേഹം അപേക്ഷിക്കുകയായിരുന്നോ ആജ്ഞാപിക്കുകയായിരുന്നോ എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തായാലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഈ പരമ്പര കഴിയുമ്പോൾ അറിയാം. ഏതാണ്ട് 23-ാം തീയതിയാണ് 2ാമത്തെ ടെസ്റ്റ് തുടങ്ങുന്നത്. പിന്നെ ഒരു 5 ദിവസം അത് കഴിയുമ്പോഴത്തേക്ക് ഈ മാസം തന്നെ ഗംഭീറിൻ്റെ ഭാവി എന്തെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. സ്വാതന്ത്ര്യദിനത്തിനാണ് 1ാമത്തെ ടെസ്റ്റ് തുടങ്ങുക എന്നുള്ളൊരു രസമുണ്ട്. അതും രസമുണ്ട്. അപ്പം മൊത്തത്തിൽ രസകരമായിരിക്കും ഈ സ്വാതന്ത്ര്യമായിരിക്കും പോകുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും അഗർക്കറിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗംഭീറിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്നാണ് ശ്രീലങ്കൻ ടെസ്റ്റ് പരമ്പര മുന്നോട്ട് വെക്കുന്ന ചോദ്യം. ഇന്ത്യ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതിൽക്കാൾ ഉപരി ചർച്ച ചെയ്യപ്പെടുന്നതും ഒരുപക്ഷേ അത് തന്നെയായിരിക്കും. എന്തായാലും പരമ്പരയുടെ തുടർ വിശേഷങ്ങളുമായി വീണ്ടും ടാക്ടിക്സിൽ കാണാം. നമസ്കാരം.